നിലവിൽ ശനി കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൃശ്ചികം, ഇടവം, ചിങ്ങം എന്നീ രാശിക്കാർക്കാണ് ഇപ്പോൾ കണ്ടകശനി ദോഷം അനുഭവപ്പെടുന്നത്. ഇതിനെ മുൻനിർത്തി ഓരോ നക്ഷത്രത്തിനും ഈ മാസം ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു. അശ്വതി, കണ്ടകശനി ദോഷമില്ലെങ്കിലും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ഭരണി, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വേണം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. കാർത്തിക, ഇടവക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുള്ളതിനാൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുക. രോഹിണി, കണ്ടകശനി കാലമായതിനാൽ തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ആവശ്യമായി വരും. വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശാരീരിക അധ്വാനങ്ങളിൽ ജാഗ്രത വേണം. ദേഷ്യം നിയന്ത്രിക്കുന്നത് വഴി പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. മകയിരം, ഇടവക്കൂറിൽ വരുന്നവർക്ക് കണ്ടകശനിയുള്ളതിനാൽ അലസത ഒഴിവാക്കി പ്രവർത്തിക്കുക. സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ നോക്കണം. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമം തുടങ്ങാം. തിരുവാതിര, കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിവരും. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. പുണർദ്ധം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത. സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം പുലർത്തുക. ലോണുകൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറും. പൂയം, ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കും. വാക്ചാതുരി വഴി പല കാര്യങ്ങളും നേടിയെടുക്കും. ആയില്യം, പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഇടയാകും. പുതിയ വിദ്യകൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കും. നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായാൽ ശ്രദ്ധിക്കുക. മകം, മകം കൂറിലായതിനാൽ കണ്ടകശനിദോഷം നിലനിൽക്കുന്നു. ആലോചിക്കാതെ ഒരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കരുത്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. അനാവശ്യമായ മാനസിക ഉത്കണ്ഠകൾ ഒഴിവാക്കുക. പൂരം, കണ്ടകശനി സ്വാധീനമുള്ളതിനാൽ തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നത് ഇപ്പോൾ ഉചിതമല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. ഉത്രം, ചിങ്ങക്കൂറിലുള്ളവർ കണ്ടകശനിയുടെ ആഘാതം കുറയ്ക്കാൻ പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ ഈ മാസം വേണ്ടെന്ന് വയ്ക്കുക. പഠനകാര്യങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അത്തം, വസ്തുസംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ വലിയ തടസ്സമില്ലാതെ നടക്കും. പ്രശസ്തിയും അംഗീകാരവും തേടിവരും. ചിത്തിര, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. ദൂരയാത്രകൾ ഗുണകരമായി ഭവിക്കും. ചോതി, പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കലാപരമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും. പണം അനാവശ്യമായി ചിലവാക്കുന്നത് നിയന്ത്രിക്കുക. വിശാഖം, വൃശ്ചികക്കൂറിലുള്ളവർക്ക് കണ്ടകശനിയുള്ളതിനാൽ ശത്രുദോഷത്തിന് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം. എടുത്തുചാട്ടം ഒഴിവാക്കി വിവേകത്തോടെ പ്രവർത്തിക്കുക. അനിഴം, കണ്ടകശനിയുടെ ദോഷം കുറയ്ക്കാൻ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. അമിത വിശ്വസ്തത മറ്റുള്ളവരോട് കാണിക്കുന്നത് ഒഴിവാക്കുക. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഈ മാസം കുറയ്ക്കുക. തൃക്കേട്ട, വൃശ്ചികക്കൂറിലായതിനാൽ കണ്ടകശനി പ്രകാരം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. മൂലം, ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് ഇപ്പോൾ ലാഭകരമാകില്ല. പൂർവിക സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമാകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിന് സമാധാനം നൽകും. പൂരാടം, ജോലി സംബന്ധമായി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടിവരും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധ്യത. സൽകീർത്തി വർദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടും. ഉത്രാടം, എതിർപ്പുകളെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വരുമാനത്തിനുള്ള പുതിയ വഴികൾ തെളിയും. തിരുവോണം, മാനസികമായി വളരെ ഉന്മേഷം തോന്നുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അവിട്ടം, കുംഭം കൂറിലുള്ളവർ 7.5 ശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് ജാഗ്രത അത്യാവശ്യം. സ്വത്ത് തർക്കങ്ങളിൽ ഭാഗികമായ പരിഹാരം ഉണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. ചതയം, ശനി സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ കർമ്മഗുണം വർദ്ധിക്കും. പുതിയ സുഹൃത്തുക്കൾ ഗുണകരമാകും. വീട് മോടി പിടിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തും. പൂരുരുട്ടാതി, കുംഭം കൂറിലുള്ളവർ 7.5 ശനിയുടെ മധ്യഘട്ടത്തിലായതിനാൽ കഠിനാധ്വാനം തുടരുക. ചിലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുക. ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിക്കുക. ഉത്രട്ടാതി, 7.5 ശനി കാലമായതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ വേണം. മുതിർന്നവരുടെ വാക്കുകൾക്ക് വില നൽകുക. ആരോഗ്യ പരിശോധനകൾ കൃത്യമായി നടത്തുക. രേവതി, 7.5 ശനി തുടങ്ങുന്ന സമയമായതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. മാനസിക സമാധാനത്തിനായി യോഗയോ ധ്യാനമോ പരിശീലിക്കുക. കുടുംബ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക.